സന്തോഷമായി, വളരെ സന്തോഷമായി. അച്ഛന്റെ കൈ പൊങ്ങി. സത്യം. ഞാൻ ഓരോരുത്തരടുത്തും ഇങ്ങനെ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുന്നു. കാരണം അറിയാലോ, 5 വർഷമായി തളർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്കും ട്രീറ്റ്മെന്റിനും എല്ലാം ഫലം കണ്ടു. ഡോക്ടറും കൊണ്ട് വരുമോ? ഒന്ന് വരണേ. ഞാൻ 3-4 പേരെ കൂടെ വിളിക്കാണ്ട്. ചെറിയൊരു ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട് സന്തോഷത്തിന്റെ. ഹലോ സുലോചനെ, അച്ഛന്റെ കൈ പൊങ്ങിയടി. എത്ര നാളത്തെ പ്രാർത്ഥന എന്നറിയോ? സത്യടി, എന്റെ ഭർത്താവാ ഇതിനെല്ലാം കാരണക്കാരൻ. പിന്നെ സുലോചനെ, ഇന്ന് വൈകുന്നേരം ഫംഗ്ഷൻ ഉണ്ടേ. നീ എത്തൂലല്ലേ? ഒന്നുമില്ലടി, ഒരു ചെറിയ കേക്ക് കട്ടിയില് ഒരു സന്തോഷം. നമ്മളെ ഇങ്ങനെ ആഘോഷിച്ചാ പോരാ. വരുന്നവർക്ക് കേക്ക് മാത്രമല്ലാതെ പായസം എന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കണം. അതുപോലെ തന്നെ എല്ലാവർക്കും, സത്യം പറഞ്ഞാൽ എല്ലാവർക്കും വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കണം കേട്ടോ. ഒന്നിനും ഒരു കുറവ് വരുത്തേക്ക് നമുക്കിത് ആഘോഷിക്കണം. അച്ഛൻ ഇത്രയും 5 വർഷത്തിന് ശേഷമാണ് കൈപൊക്കി. ഞാൻ എത്ര ഭാഗ്യം ചെയ്ത പെണ്ണല്ലേ. സ്വന്തം അമ്മായി അച്ഛനാണെങ്കിൽ പോലും എന്റെ അച്ഛനെ സ്വന്തം അച്ഛനായിട്ടല്ലേ കണക്കാക്കിയത്. പക്ഷെ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ? ഇപ്പൊ 5 വർഷത്തിന് ശേഷം അച്ഛന്റെ കൈ ഒന്ന് പൊങ്ങിയല്ലോ. ഇനി ആ കൈ അങ്ങ് തളർന്ന് പോകുന്നതിന് മുമ്പ് ഒരു പേന എടുത്ത് കൊടുത്ത് ആ ലുലുമാളിന്റെ അടുത്ത് കിടക്കുന്ന 35 സെന്റ് എന്റെ പേരിലോട്ടൊന്ന് സൈൻ ചെയ്ത് തരണം. അല്ല, 5 വർഷം കൊണ്ട് കാത്തിരിക്കല്ലോ. ഇതായിരുന്നു മനസ്സിലിരിപ്പല്ലേ? അല്ല, അങ്ങനെയും കൂടെ ഒരു സാധനമുണ്ട്. കാരണം നമുക്ക് ജീവിക്കണ്ടേ. ഞാൻ കരുതി എന്റെ അച്ഛനോടുള്ള സ്നേഹമാണ്. സ്നേഹമുണ്ട്, അങ്ങനെ പറയുന്നത്. എന്നാലും വേണ്ടേട്ടെ, ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല. അല്ല, നമുക്ക് ജീവിക്കാനല്ലേ. ഞാൻ ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഇതിന്റെ ആങ്ങളെയൊക്കെ സഹോദരിമാരൊക്കെ വന്ന് മേടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ അച്ഛന്റെ കൈ പൊങ്ങിയ ശരി അതൊന്ന് എഴുതി തരണേ, അതൊന്ന് എഴുതി തരാൻ പറയണേ. എന്റെ ചിങ്കിരി ഭാഗല്ലേ. അയ്യേ, ഒന്ന് ചിരിക്കും. അയ്യേ.